ഹലോ, എല്ലാവർക്കും കൃഷ്ണാസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വാഴയ്ക്ക കൊണ്ടൊരു പൊരിയലാണ് റെഡിയാക്കുന്നത്. വാഴയ്ക്ക നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണുന്ന സമയത്തൊക്കെ പന്നികളാണെങ്കിലും അല്ലെങ്കിൽ കാറ്റത്തൊക്കെ മൂക്കാത്ത വാഴക്കൊലകളൊക്കെ പൊട്ടി വീണിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നശിച്ചു പോകാറാണ് പതിവ്. ഇത് മുക്കാലും മൂപ്പായിട്ടുണ്ട്. പഴുക്കം വെച്ചാൽ എന്നാലും അത്രയ്ക്ക് പോരാതെ തന്നെ. അപ്പോൾ ഞാനതിനുകൊണ്ട് ഒരു പൊരിയൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഞാൻ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചതാണ്. പിന്നെ ഇത് എത്ര വേണ്ട, ഒരു ചെറിയ സവോളയുടെ പകുതി, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, ഉപ്പ് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യം. ഞാനിതിനൊന്ന് സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ. നമുക്കിതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഈ സവോളയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, അതും അതിലേക്ക് ചേർത്ത് നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. മഞ്ഞ വെള്ളത്തിലിട്ട് വൃത്തിയാക്കിയ വാഴയ്ക്ക നടുവേ പിളർന്നിങ്ങനെ ഉണ്ടാക്കിയതാണ്. അതിൽ ഞാൻ ഈ അരപ്പ് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊരു 15 നിമിഷം ഇങ്ങനെ ഇരിക്കണം. അതിനുശേഷം നമുക്ക് പാകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്യാസിൽ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് രുചി ഗോൾഡ് എണ്ണയാണ്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പൊരിയിലായതുകൊണ്ട് തന്നെ കുറച്ചൊരു എണ്ണ നന്നായിട്ട് നിൽക്കണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. എണ്ണ ചൂടായി. നമുക്ക് ഈ മസാല പുരട്ടി വെച്ചിട്ടുള്ള വാഴക്കായ അതിലേക്ക് ചേർത്തി കൊടുക്കാം. നല്ലപോലെ ഇട്ട് കൊടുക്കണം. ഉപ്പെല്ലാം പാകമാണോ എന്ന് ഇടയ്ക്ക് നോക്കണം. ഇത് നമുക്കൊന്ന് ഈ വാഴയ്ക്ക് സ്വല്പം വേവുണ്ടാവും, കാരണം ഇത് ഞാലിപ്പൂവിൻ്റെ പച്ചക്കായാണ്. മിക്സിയുടെ ജാറ് കഴുകിയിട്ട കുറച്ച് വെള്ളമുണ്ട്, അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. കൂടുതൽ വേണ്ട. ഇത് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ആദ്യം ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഒഴിച്ച വെള്ളമൊക്കെ വറ്റി ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കണ്ട, കുറച്ച് സമയം കൂടി ഇങ്ങനെ തുറന്ന് വെക്കണം. അത് മുഴുവൻ വലിഞ്ഞ് ഡ്രൈ ആയിട്ട് വരും. നല്ല ടേസ്റ്റ്. അത് നമ്മൾ വെളുത്തുള്ളി ഇത് ചേർക്കുന്നതിന് 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ടേസ്റ്റ്, രണ്ടാമത് ദഹനത്തിന് വളരെ നല്ലതാണ് വെളുത്തുള്ളി, മൂന്നാമത് ഈ ഗ്യാസ് പ്രോബ്ലമൊക്കെ ഉള്ളവർക്ക് അതില്ലാതിരിക്കാം. വാഴയ്ക്ക് ഇത് ഗ്യാസൊക്കെ ഉള്ളതാണ്, അപ്പോൾ അത് ചേർക്കുമ്പോൾ അത് മാറി കിട്ടും. ഇപ്പോൾ വെളുത്തുള്ളിയുടെ രുചി ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണ്ട, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിൽ കുറച്ച് കറിവേപ്പില, ഞാൻ കറിവേപ്പില തൊടിയിൽ നിന്ന് വലിച്ചു വയ്ക്കാൻ മറന്നുപോയി. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് നിറയെ കറിവേപ്പില ഇടുന്നതാണ് ഇഷ്ടം, പക്ഷെ ഇല്ല, വലിച്ച് സൂക്ഷിക്കില്ല, അപ്പോൾ വലിക്കുന്ന പതിവാണ്. ഇതിപ്പോൾ രാത്രി ഇനിയിപ്പോൾ പുറത്ത് പോകാൻ പറ്റില്ലല്ലോ. ഇനി ഇതിങ്ങനെ ഇരുന്നൊന്ന് നീര് വരഞ്ഞ് ഫ്രൈ ആയിട്ട് വരും, അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് നേരം അങ്ങനെ വെച്ചാൽ അത് ഡ്രൈ ആകും. അങ്ങനെ നമ്മുടെ വാഴയ്ക്ക പൊരിയെ ഇവിടെ ഇത് ഞാലിപ്പൂവിൻ്റെ വാഴയ്ക്കയാണ്. മറ്റേ പൊന്തം വാഴയ്ക്കയാണെങ്കിലൊക്കെ കുഴഞ്ഞു പോവും, അത്ര ടേസ്റ്റായിട്ട് കിട്ടില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.